കൊടകര കുംഭാരത്തെരുവിൽ സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. 2021 പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് കുംഭാരത്തെരുവിൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ ഭാഗമായി 1 കോടിയുടെ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. അതിൽ ഉൾപ്പെട്ട ഒരു പദ്ധതിയാണ് കൊടകര പഞ്ചായത്തിലെ വാർഡ് 2, 3 പ്രദേശവാസികൾ ഗുണഭോക്താക്കളായ ഈ കുടിവെള്ള പദ്ധതി. പദ്ധതി ആരംഭിച്ച് 2 വർഷമായപ്പോഴേക്കും 5000 ലിറ്ററിന്റെ ഒരു ടാങ്ക് തകർന്നുവെന്നും മാറ്റിവെച്ച 5000 ലിറ്ററിന്റെ ടാങ്കാണ് ഇപ്പോൾ തകർന്നതെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ബഹുമാനപ്പെട്ട കേരള സർക്കാർ കുംഭാര കോളനി നവീകരണത്തിൻ്റെ ഭാഗമായി 1 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കിയ പദ്ധതികളിൽ ഒന്നാണ് ഈ കുടിവെള്ള പദ്ധതി. 14,60,000 രൂപ ചെലവാക്കി നടപ്പിലാക്കിയ ഈ കുടിവെള്ള പദ്ധതിയുടെ 2 ടാങ്കുകളിൽ ഒരു ടാങ്ക് പൊളിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ്. മറ്റേ ടാങ്ക് മുമ്പേ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. 40ഓളം കുടുംബങ്ങൾക്ക് വെള്ളം കിട്ടുന്ന ഏക ആശ്രയമായിരുന്നു ഈ ടാങ്ക്. ഈ ടാങ്കാണ് ഇന്ന് പൊളിഞ്ഞു വീണിരിക്കുന്നത്. ഇത് 2021 പണിതപ്പോൾ തന്നെ ഞങ്ങൾ ഇതിൽ അഴിമതിയുണ്ടെന്ന് പറയുകയുണ്ടായി. കാരണം പഴയൊരു ടാങ്കാണ് അന്ന് ഇവിടെ കൊണ്ടുവച്ചത്. അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇന്ന് ഈ കോളനിയുടെ കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള ഒരു 5000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് തകർന്ന് അതിൽ വെള്ളം മുഴുവൻ ചോർന്നു പോയി പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, മറ്റൊരു ടാങ്ക് 5000-ൻ്റെ തന്നെ മുകളിലുണ്ട്. അത് ഒരുപാട് കാലമായിട്ട് അത് പ്രവർത്തിക്കുന്നില്ല, അതിന് ചോർച്ചയുണ്ട്. ഇപ്പോൾ അവരുടെ കുടിവെള്ളം മുട്ടിയിരിക്കുകയാണ്. കൂടാതെ ഇതിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ തകരാറിലായതിനെ തുടർന്ന് മറ്റൊരു മോട്ടോർ വാങ്ങി നൽകിയതും കോൺഗ്രസ് പ്രവർത്തകരാണെന്നും ഇവർ പറഞ്ഞു. മോട്ടർ കംപ്ലൈന്റ് ആയിട്ട് 40,000 രൂപ ഞങ്ങൾ നന്നാക്കി. പരിപാടി മോട്ടറിന്റെ മാസം 2 മാസം 3 മാസം 3000 2000 വെച്ചിട്ട് നന്നാക്കി. ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി ഞങ്ങൾക്ക് ഒരു മോട്ടർ അന്ന് കഴിഞ്ഞ വർഷം കോൺഗ്രസിന്റെ ആൾക്കാർ അപ്പൊ ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങളുടെ ഇങ്ങനെ ഡ്രമ്മും കേടായിട്ടുണ്ട്, അപ്പൊ അവര് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാങ്ക് തകർന്ന് വെള്ളം കുത്തിയൊലിച്ച് വീട് ഭാഗികമായി തകർന്ന പടിഞ്ഞാറേ നടക്കാവ് ശാന്തയുടെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും ടാങ്ക് മാറ്റി സ്ഥാപിക്കുന്നതുവരെ പ്രദേശവാസികൾക്ക് കുടിവെള്ളം എത്തിക്കണമെന്നും കോൺഗ്രസ് പ്രവർത്തകരായ വിനയൻ തോട്ടാപ്പിള്ളി, സദാശിവൻ കുറുവത്ത് തുടങ്ങി വിവിധ നേതാക്കൾ പറഞ്ഞു.